വിളിച്ചെന്നെ കരയ്ക്ക് കൊണ്ടുവന്നു, എന്നെ കൊല്ലാൻ കൊണ്ടുപോയിന്ന് ചിരിക്കുന്നു. ഇതെന്താടാ ഇത് കറച്ച് കരിമുട്ടി പോലെ ഇരിക്കുന്ന ഇങ്ങനെ. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ARM Vlogs. ഇന്ന് ഇത്തിരി അഡ്വഞ്ചറസ് ആണ് നമ്മുടെ വീഡിയോ. അഡ്വഞ്ചറസ് എനിക്ക് കേട്ടോ, കാണുന്ന നിങ്ങൾക്കായിരിക്കില്ല, എനിക്ക് ഇത്തിരി അഡ്വഞ്ചറസ് ആണ്. മനുഷ്യൻ്റെ ജീവൻ പണയാൻ പറ്റാ യൂട്യൂബിൽ വീഡിയോ ഇടുന്നു. ആൻഡ് യാ, ഇപ്പം ആ പറഞ്ഞത് വെറുതെ ഒരു ഡയലോഗ് പറഞ്ഞതല്ല. ആ കയാക്കി കയറി ഇരുന്ന സമയത്ത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എന്തിനാണ് ഇത്രയും മെനക്കെട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കയാക്കിങ് ചെയ്യുന്നത്? അതാ ഞാൻ ആ പറഞ്ഞത്, ജീവൻ പണയം വെച്ചിട്ടാണ് ഈ വീഡിയോ യൂട്യൂബിന് വേണ്ടി വീഡിയോ എടുക്കുന്നതെന്നൊക്കെ. അതാ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കയാക്കിങ് അത്ര റിസ്ക് ഉള്ള പരിപാടിയോ അല്ലെങ്കിൽ ഈ കാണുന്ന ഞങ്ങൾ ഈ കയാക്കിങ് ചെയ്ത സ്ഥലം ഓക്കെ, ബൈ ദ വേ സ്ഥലം എവിടെയാന്ന് പറയാൻ മറന്നുപോയി. സ്ഥലം നമ്മുടെ മൺറോത്തുരുത്താണ്, അഷ്ടമുടിക്കായലാണ്. ഓക്കെ, അപ്പം അത് അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമോ ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയോ ഒന്നും ആയിട്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വെള്ളം പേടിയാണ്. ഞാൻ സ്ലൈറ്റ്ലി അല്ല, അത്യാവശ്യം നല്ല രീതിക്ക് ഫോബിക് ടു വാട്ടർ ആണ്. എനിക്ക് അത് ഭയങ്കര റിസ്കിയും ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇപ്പൊ പറയുമ്പം അത്ര പേടിയുള്ള പോലെ ഒന്നും തോന്നുന്നില്ല എന്നെങ്കിലും കേൾക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കാം. പക്ഷേ ഞാൻ ടു ബി ഫ്രാങ്ക് ലിറ്ററലി അവിടെ കായൽ കിടന്ന് കരഞ്ഞു കൂവി നിലവിളിച്ചിട്ടാണ് തിരിച്ച് ഒന്ന് കരയ്ക്ക് എത്തുന്നത്. ഓക്കെ, അപ്പം ബാക്ക് ടു ദ പോയിന്റ്. പറഞ്ഞ പോലെ നമ്മൾ ഇന്നുള്ളത് മൺറോത്തുരുത്താണ്. വീഡിയോസ് കാണുന്നവർക്കറിയാം, നമ്മുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ആളുടെ വീട് മൺറോത്തുരുത്താണ്. അപ്പം നമ്മുടെ പാല് കാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ, വീട് പണിയും പാല് കാച്ചും അതൊക്കെ അപ്ഡേറ്റ്സും അങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പാല് കാച്ചിൻ്റെ തിരക്കൊക്കെ തിരിച്ച് എറണാകുളത്തേക്ക് വരുന്നതിന് മുന്നേ അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് ആക്ച്വലി ചെയ്യാനാണെങ്കിൽ. പ്രത്യേകിച്ച് നമ്മളിപ്പം ഒരു ന്യൂ യൂട്യൂബേഴ്സ് നമ്മുടെ ചാനൽ ഒന്ന് ഇതാക്കി കൊണ്ടുവരുമല്ലേ, അപ്പം നമുക്ക് ഇടാനായിട്ട് കുറേ കണ്ടന്റ്സും കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ പാല് കാച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് എറണാകുളത്തേക്ക് വരുന്നതിന് 2 days മുന്നേ നമ്മളെല്ലാം കവർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ചെയ്ത ആക്ടിവിറ്റിയാണിത്. ഫസ്റ്റ് ചെയ്ത ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കും ഇനിയും കുറെ എന്താണ്ടൊക്കെയോ വരാനുണ്ട്. പക്ഷെ ഇല്ല ഗൈസ്, ആകെ ചെയ്തത് ഇതാണ്. പിന്നെ ഒന്ന് മീൻ പിടിക്കാൻ ശ്രമിച്ചായിരുന്നു. അതത്ര വലിയ ആക്ടിവിറ്റി ആയിട്ട് കണ്ടിട്ടല്ല, പക്ഷെ എന്നാലും മീൻ പിടിക്കാൻ ശ്രമിച്ചായിരുന്നു. അത് ചീറ്റിപ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കയാക്കിങ് മാത്രമേ അവിടെ ചെന്നിട്ട് ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്തിട്ടുള്ളൂ. സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഇനി നമ്മൾ ടു ദി പോയിന്റ് വരുമ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പേടി കീപ്പിംഗ് ഈ സ്കെയർ അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിനോടുള്ള ആ ഒരു പേടി അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഓ മൈ ഗോഡ്, അത്ര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓക്കെ, ഇതിങ്ങനെ ഒരു പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പം ഇത് കഴിഞ്ഞ് ഇറങ്ങി ആ വീഡിയോ കാണുമ്പോഴാട്ടോ, ആ കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല എനിക്ക്. ഭംഗി ആസ്വദിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ്വദിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല, ഉണ്ട്. പക്ഷെ സ്റ്റിൽ ഓക്കെ, എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് എത്രത്തോളം വെള്ളം പേടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കുളിക്കില്ലേ, നമ്മൾ ഷവർ ചെയ്യുമ്പം തലയിൽ കൂടെ വെള്ളം ഒഴിക്കുമ്പം എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റത്തില്ല. കണ്ണടച്ചു കഴിഞ്ഞാൽ ഞാൻ ഏതോ വലിയ വെള്ളച്ചാട്ടത്തിൽ പെട്ട് ശ്വാസം മുട്ടിച്ചാവാൻ പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുക. അപ്പം അത്രയും എന്നുവെച്ചാൽ ലിറ്ററലി എനിക്ക് ബ്രീതിങ് ട്രബിൾ വരും. ഞാൻ ശ്വാസം എടുക്കാൻ, നമ്മൾ ഈ വെള്ളത്തിലേക്ക് മുങ്ങുമ്പോൾ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ലേ, ഹെവി ആയിട്ട് ചെസ്റ്റൊക്കെ ഹെവി ആയിട്ട് ഫീൽ ചെയ്യില്ലേ, ആ ഒരു സാധനം വരും. ഓക്കെ, അപ്പം അത്രയും എനിക്ക് വെള്ളം പേടി ആയതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അഡ്വഞ്ചറും മറ്റേ റിസ്ക്കും എന്നൊക്കെ പറഞ്ഞത്. സത്യത്തിൽ ഇതിൽ അതൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതിനും വേണ്ടി ആഴമുള്ള ഒരു സ്ഥലമല്ല, അതിനും വേണ്ടി ഓളങ്ങളോ അല്ലെങ്കിൽ അതിനും വേണ്ടി റിസ്ക് ഉള്ള ഒരു ഏരിയ അല്ല. ഭയങ്കര പീസ്ഫുള്ളാണ്, ഭയങ്കര കാമാണ്, അങ്ങനത്തെ ഒരു സ്ഥലമാണ് അത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ തുഴയാൻ ട്രൈ ചെയ്തു എന്ന് വെച്ചാൽ ട്രൈ ചെയ്തുമല്ല, അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ തുഴയാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം എനിക്കുണ്ടായി. റോട്ടിൽ കൂടെ നേരെ ചൊവ്വേ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല എങ്കിലും
അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും വേറെ വണ്ടികൾ വരുമല്ലോ. ലൈസൻസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം കുറെ മുന്നേ 2016 എടുത്ത ലൈസൻസ് ആണ്. അന്നൊക്കെ ഓടിക്കുമായിരുന്നു. ഇപ്പം പിന്നെ അത് കഴിഞ്ഞ് ജോലിയും കാര്യങ്ങളൊക്കെ ആയി വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഓടിക്കാറില്ല. ഇപ്പൊ ആണെങ്കിൽ ഭയങ്കര പേടിയാ. ഉണ്ണി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് പേടിയാ. പക്ഷെ എന്നാലെന്താ, നമ്മൾ തുഴയാൻ പഠിച്ചല്ലോ. ഒരത്യാവശ്യം തന്നെ ഒരത്യാവശ്യമില്ല, എന്നെ വെള്ളത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഞാൻ തുഴയത്തുമില്ല വരത്തുമില്ല, അത് വേറെ കാര്യം. പിന്നെ എൻ്റെ ഈ തുഴല് കാണുമ്പം ഞാൻ ഈ ഇത് ചെയ്യുമ്പോൾ വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടി വീഡിയോ കണ്ടപ്പോഴാണ് ഞാനും ശ്രദ്ധിക്കുന്നത്. തുഴയിലൊക്കെ അപാരമാണെങ്കിലും കണ്ടോ, പങ്കായം ചിലപ്പോൾ വെള്ളത്തിൽ പോലും തട്ടുന്നുണ്ടാവില്ല, എന്നാലും ഞാൻ ഇരുന്ന് തുഴയുക. ഓക്കെ, അത് വേറെ കാര്യം. എന്നാലും ഞാൻ പഠിച്ചു കേട്ടോ. അതായത് നേരെ പോകാൻ പഠിച്ചു, ലെഫ്റ്റിലേക്ക് എങ്ങനെ തിരിയണം, റൈറ്റിലേക്ക് എങ്ങനെ തിരിയണം, യൂ ടേൺ എങ്ങനെ എടുക്കണം, അതുപോലെ റിവേഴ്സ് എങ്ങനെ പോകണം. ഈ വണ്ടിക്ക് ഈ കയാക്കിങ്ങിന് റിവേഴ്സ്, വണ്ടി നമ്മൾ ട്രാവൽ ചെയ്യുന്ന സാധനം വണ്ടി, ഓക്കെ, ഈ സാധനത്തിന് റിവേഴ്സ് ഉണ്ടെന്ന് തന്നെ അറിയത്തില്ല എന്ന് പറയാൻ വേണ്ടി. ഓക്കെ, നമ്മൾ ഫ്രണ്ടിലേക്ക് തുഴയുന്നത് ബാക്കിലോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തുഴഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് വരും, അത് കോമൺ സെൻസ് ആണ്. അന്നേരം എനിക്കതൊന്നും ഇതാവുന്നുണ്ടായിരുന്നില്ല. അതാ പേടിയിലേ അതൊന്നും ചിന്തിക്കാനൊന്നും വയ്യ. ഓക്കെ, ഇനി ബാക്ക് ടു ദ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പറഞ്ഞ ജോക്സും കാര്യങ്ങളും ഒക്കെ കീപ് ദിസ് അപ്പാർട്ട്. അതല്ലാണ്ട് പ്ലേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് കാമായിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിനെ കുറച്ച് പീസ്ഫുൾ ആയിട്ട് ഇരുത്തണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ പ്ലേസ് ആണ്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് കുറച്ച് കായലിലേക്ക് ചെന്നിട്ട് അവിടെ അങ്ങ് നിന്നോന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തായാലും നിങ്ങൾ തോണി അല്ലെങ്കിൽ ബോട്ടിങ്ങിന് കയാക്കിങ് ഒക്കെ അല്ലേ പോവുക. അപ്പോൾ കുറച്ച് നേരം അവിടെ അങ്ങ് കാറ്റൊക്കെ ആസ്വദിച്ച് നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എല്ലാ ടെൻഷൻസും എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നു പോകും. ഓക്കെ, ഇത് കണ്ടോ, ഒരു ഗുഹയിൽ നമ്മൾ കാണുമ്പോൾ എനിക്ക് അതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഗുഹയൊക്കെ പോലെ അപ്പുറത്തേക്ക് പുറത്തിറങ്ങാനുള്ള ഹോള്. പിന്നെ ഞാൻ തുഴഞ്ഞ സമയത്ത് 2-3 വട്ടം അവിടെ പോയി തട്ടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഈ കയാക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം അറിയാലോ, ഒന്ന് പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, ആ ഒരു മെറ്റീരിയലാണ്, വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല, വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതാണ്. നമ്മൾ ചെരിയുന്നതിനും മറിയുന്നതിനും അനുസരിച്ച് ടിൽറ്റ് ആവാനുള്ള പോസിബിലിറ്റി അത്രയും കൂടുതലുള്ള ഒരു സാധനമാണ് ഈ കയാക്ക്. ആൻഡ് 1-2 വട്ടം ടിൽറ്റ് ആയിരുന്നു സംഭവം. എന്ന് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഫ്രണ്ടിലാണല്ലോ ഇരിക്കുന്നത്, അപ്പം ഞാൻ ഈ തുഴയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു. ഞാൻ വെച്ച് ഇത് എന്താ ഈ സൈഡിലേക്ക് പോകണമെന്ന് നോക്കുമ്പം ബാക്കിൽ നിന്ന് ഉണ്ണി വീഡിയോ എടുക്കുമായിരുന്നേ. അത് ഞാൻ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ചെരിഞ്ഞതാണെന്ന്. മനുഷ്യൻ എങ്ങനെയൊക്കെയോ ആണ് അവിടെ ഇരിക്കുന്നത്, അപ്പോഴാണ് വീഡിയോ എടുക്കാൻ വേണ്ടി ചെരിഞ്ഞ് ഞാൻ വെച്ച് താഴെ പോയിരുന്നു. പിന്നെ എനിക്കൊരു ടാസ്ക്കായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനാകെ കുറച്ച് നേരമേ തുഴഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ തുഴയാത്ത സമയത്ത് എൻ്റെ പങ്കായം ഒരു കാര്യമില്ലാതെ ഈ മാൻഗ്രോവിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പം ആ കമ്പി മുട്ടുന്നു, ഈ ചില്ല് മുട്ടുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറയണേ, മറ്റേ പങ്കായം പൊട്ടും സൂക്ഷിക്കാൻ. ഞാനപ്പോൾ പറഞ്ഞേ എൻ്റെ ഫോണ് പോവോ ഇല്ലെങ്കിൽ ഞാൻ വെള്ളത്തിൽ പോവോ എന്ന് എനിക്കറിയാം, ടെൻഷൻ അടിച്ചിട്ടിരിക്കുവോ, അപ്പോൾ അവൻ്റെ പങ്കായം. ഓക്കെ, ഇപ്പം അഗെയിൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടോപ്പിക്കിൽ നിന്ന് സ്വിച്ച് ചെയ്തു പോകും. ആക്ച്വലി അത് പാർട്ട് ഓഫ് ദ വീഡിയോ ആണ്. ഞാൻ എൻ്റെ ഫീലിങ്സും ഞാൻ അന്നേരം ഉണ്ടായ ഇമോഷൻസും ഒക്കെയാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടു ബി ഫ്രാങ്ക്, ഈ ഒരു മേ ബി ഒരു ഹാഫ് ആൻ അവർ ആയിരിക്കും ഞാൻ ഈ കയാക്കിങ്ങിന് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. ആ ഹാഫ് ആൻ അവർ ജേർണിയിൽ ഒരു 10 to 15 സെക്കൻഡ്സ് അത്രേ ഉള്ളൂ. ഈ ഹാഫ് ആൻ അവറിൽ അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ ആലോചിക്കണം, വെള്ളം അത്രയും ഫോബിക്കായ ഞാൻ ആ ഒരു 10 to 15 സെക്കൻഡ്സിനേക്ക് ഞാനിങ്ങനെ കായലിന്റെ നടുക്കാണെന്നും, ബോട്ടിംഗ് ആണെങ്കിൽ പിന്നെയും, മറ്റേ തോണിയൊക്കെ ആണെങ്കിൽ പിന്നെയും കുറച്ചും കൂടി സേഫ് ആണ്. ഓക്കെ, കയാക്കിന്റെ മുകളിലാണെന്നും കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും എൻ്റെ ചുറ്റിനും വെള്ളമാണെന്നും ഒരു 10 to 15 സെക്കൻഡ്സിലേക്ക് ഞാനത് ഞാൻ മറന്നുപോയി എന്നല്ല, എൻ്റെ ഈ പേടിയിനേക്കാളും ഒരു സ്റ്റെപ്പ് മേളിൽ ആ സ്ഥലത്തിന്റെ ബ്യൂട്ടി ഓവർടേക്ക് ചെയ്തു. ഓക്കെ, ആ ഒരു ടൈമിൽ ആ ഒരു പോയിന്റിലാണ് ഓക്കെ ഇത് ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഒരു മെന്റൽ സ്റ്റേറ്റിന്, അപ്പോൾ ഉള്ള ഒരു മെന്റൽ സ്റ്റേറ്റിനെ അതിനും വേണ്ടി അതിന് എഫക്റ്റ് ചെയ്യാൻ പറ്റും, ആ ഒരു നേച്ചറിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വെള്ളം അത്രയും സീനാണ്. എനിക്ക് ആ ഒരു 10 to 15 സെക്കൻഡ് എന്ന് പറയുമ്പോൾ വളരെ ഷോർട്ട് പീരീഡ് ആണ്, അത്രയും ചെറിയ സമയമാണ്. സ്റ്റിൽ ആ ഒരു 10 to 15 സെക്കൻഡ് ഞാൻ എൻ്റെ ചുറ്റിനും ഉണ്ടായിരുന്ന ആ ഒരു കാഴ്ചയുണ്ടല്ലോ,
അത് എൻ്റെ ആ പേടീനെ ഓവർകം ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടും ഭയങ്കര പ്ലസ് പോയിന്റ് ആയിട്ടും എനിക്കൊരു സംതിങ് ഐ ഗെയിൻഡ് എന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടിയത് ആ ഒരു സാധനത്തിൽ നിന്നാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തൊരു ഷോ ആണ്, എന്തൊരു പ്രഹസനമാണ്, വെള്ളം പേടിയാണ്, മുട്ടപ്പം പോലും വെള്ളം ഇല്ലാത്തടത്താണ് ഇവക്ക് വെള്ളം പേടി, ഫോബിയ, മറ്റേത് മറിച്ചതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. സംഭവം ഇവിടെ ഇത്ര ആഴമുള്ളൂ എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. അറിയത്തില്ലായിരുന്നു വെച്ചാൽ ജസ്റ്റ് തുടക്കത്തിലൊന്ന് കണ്ടാലും എനിക്ക് അങ്ങനെ അത്രയും ക്ലിക്ക് അന്ന് അത് ഇങ്ങനെ കയാക്കിലേക്ക് കയറിയപാടെ ഞാൻ കണ്ടു ദൂരത്തെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ അന്നേരം നോക്കുമ്പോൾ എന്താ ചുറ്റിനും വെള്ളമാണ്. ഞാൻ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ അവിടെ പൊങ്ങി കിടക്കത്തേ ഉള്ളൂ, മറ്റേ കൊട്ടത്തേങ്ങ പോലെ കിടക്കത്തേ ഉള്ളൂ എന്ന് എനിക്കും അറിയാം. എന്നാലും ചുറ്റിനും വെള്ളം കാണുമ്പം എനിക്ക് തലകറങ്ങും, മറ്റേ ശ്വാസം മുട്ടും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഈ ഒരു പോയിന്റിൽ ഞാൻ പറയുന്നുണ്ട്, തോണിയിലായിരുന്നെങ്കിൽ ഇറങ്ങി നിൽക്കായിരുന്നു. ഓക്കെ, അവിടെ അത്ര ആഴമുള്ളൂ എന്ന് മനസ്സിലായി. തോണിയിലായിരുന്നു വന്നിരുന്നതെങ്കിൽ ഇറങ്ങി നിൽക്കാമായിരുന്നു. ഇതിപ്പോ കയാക്കിംഗ് ആകുമ്പം ഈ സാധനം പിടിച്ചു വെച്ചാലേ ഒരാൾക്ക് കയറാനും ഇറങ്ങാനും പറ്റുള്ളൂ. ഒന്നാമത് അതിൽ കയറിയത് എങ്ങനെയോ മെനക്കെട്ടാണ്, അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ആവുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ കൂടി ഇനി ഇവിടെ ഇറങ്ങി വീണ്ടും കയറൽ ബുദ്ധിമുട്ടാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാതിരുന്നത്. കാലൻ എന്റെ നടുക്കായലി കൊല്ലം കൊണ്ടുവന്ന കാലൻ. ഞാന് ആ പറഞ്ഞത് ചുമ്മാ തന്നെ. ഞാൻ ഇപ്പം നിങ്ങളുടെ അടുത്ത് തമാശ രീതിയിലാണ് ആ പറഞ്ഞതെങ്കിലും ഞാൻ ആ കയാക്കിങ്ങിൽ കയറിയപ്പോ തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഡയലോഗാണ്, എന്നെ നടുക്കായലിൽ കൊണ്ട് കളയാൻ കൊണ്ടുവന്നേ, എന്നെ നടുക്കായലിൽ കൊണ്ട് കൊല്ലാൻ കൊണ്ടുവന്നേന്നൊക്കെ. ഞാൻ അതിൽ കയറിയപ്പോ തൊട്ട് ഇതേ ഡയലോഗാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ പങ്കായം കണ്ടോ, ഒരു കാര്യമില്ലാതെ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നേ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഒക്കെ തട്ടിച്ച് മുട്ടിച്ചിട്ടേ എന്നോട് നേരെ എടുത്ത് വെക്കാൻ പറഞ്ഞു. അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോയില്ലേ, അതൊന്ന് നേരെ എടുത്ത് വെക്കാൻ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കാര്യത്തിലേക്ക് വരാന്ന് പറയുമ്പം ആരെങ്കിലും അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. സോ വരുന്നവർക്ക് ഞാൻ ഫ്രീ ആയിട്ടൊരു അഡ്വൈസ് തരാം. ഈ സമ്മറിലാണ് വാട്ടർ ആക്ടിവിറ്റീസ് കുറച്ചും കൂടി സേഫ്. പക്ഷെ ഭയങ്കര വെയിലാണ്, കരിഞ്ഞിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററലി കരിഞ്ഞിരിക്കും. പക്ഷെ ഈ വക സാധനങ്ങളൊക്കെ കാണണമെങ്കിൽ തന്നെ വേണം. അപ്പം ഒരു 8:30 9 മോർണിംഗ് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുക. അതുപോലെ ഈവനിങ് ഒരു 5 ശേഷമുള്ള ടൈം ചൂസ് ചെയ്യാം. അതാണ് ഒരു ടിപ്പ് എന്ന് പറയാനുള്ളത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഓണർ എന്ന് പറയുമ്പോൾ എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ് പ്രവീൺ. അതുപോലെ വിളിച്ചെന്നെ കരയ്ക്ക് കൊണ്ടുവന്നു കൊല്ലാൻ കൊണ്ടുപോയി ചിരിക്കുന്നു. ഇതെന്താടാ ഇത് കറച്ച് കരിമുട്ടി പോലെ ഇരിക്കുന്ന ഇങ്ങനെ. ഇതാണ് ഗൈസ് ഒന്നും വേണ്ട. ഇതാണ് ഇവിടുത്തെ കയാക്ക് സ്റ്റാൻഡ് വരിക, എടുത്തോണ്ട് പോവുക. ലൈഫ് ജാക്കറ്റ് ഇട്ടാൽ ഇടുന്നവർക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നടുക്കായലിൽ പോയി കിടക്കാം. അവിടുന്ന് വീഡിയോ എടുപ്പാണോ? ഇത് ഈ കയാക്കിന്റെ ഓണർ നിൽക്കുന്നത്. ഓക്കെ, നമ്മള് പ്രവീൺ ആൾക്ക് ഈ ഹെവൻ ഓഫ് മൺട്രോ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. അവിടെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ അക്കോമഡേഷനും ഓൾ ദി ആക്ടിവിറ്റീസ് അവൈലബിളും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഡിസ്കൗണ്ട് വേണമെങ്കിൽ ഈ വീഡിയോ കണ്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തരുമായിരിക്കും, ഉറപ്പൊന്നുമില്ല, എന്നാലും തരുമായിരിക്കും. ചുമ്മാ ചെന്ന് നോക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇത് എന്നെ തിരിച്ച് കരയ്ക്ക് കൊണ്ടാക്കിയിട്ട് അവർ അടുത്ത റൗണ്ട് പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.